ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്നെ പറ്റിച്ചതാണല്ലേടാ? അപ്പൊ ഞാൻ മിണ്ടരുത് നീ. സെൻട്രൽ ജയിലിലേക്ക് പോകട്ടെങ്കിൽ ഏത്തവിടടാ. ഏത്തവാഴയല്ല, ഏത്തം. 50 പ്രാവശ്യം ഏത്തവിട്. ഏത്തവിടടാ. കുനിയടാ അങ്ങോട്ട്. കുനി. എല്ലായിടത്തെയും പോലെ വർമ്മ സാറിന്റെ ഫാമിലി ലൈഫിലും ഇവര് തന്നെയാ വില്ലത്തി. അതിലെ നോ ഡൗട്ട്. അതൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അമ്മയെ കണ്ടെത്തിയാലല്ലേ പറ്റൂ. മാഡത്തിന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ല, അമ്മമ്മ എന്തെടുക്കുക? കണ്ടില്ല, തിരക്കിലാണെന്ന് തോന്നുന്നു. ശരി, ഓക്കെ മാഡം. ഞാൻ ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് മാഡത്തിനെയും കൂട്ടി നമുക്ക് ഒരുമിച്ച് പോവാം. ശരി രാജു. അമ്മേ, ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ വരെ പിടിപാടുള്ള ആളാണ് ഈ രാജരാജേശ്വരി വർമ്മ. അത് നീ മനസ്സിലാക്കണം. അമ്മേ നിക്ക്. അമ്മേ, അമ്മയും തൊമ്മയൊക്കെ അങ്ങ് വീട്ടില്. ദാറ്റ് ഈസ് മൈ ഓഫീസ്. ഇവിടെ മര്യാദയ്ക്ക് എന്നോടൊപ്പം നിന്നാ നീ എന്റെ PA, അല്ലെങ്കിൽ ഇവിടത്തെ പിയൂൺ. അണ്ടർസ്റ്റാൻഡ്? അമ്മേ നിക്ക്. യു പ്രൊസീഡ്. ഇതൊന്ന് കോടതിയാ? എടാ, ഇതവിടെ വയ്ക്കാൻ. ആദരാഞ്ജലികളെന്ന് കൂടെ എഴുതി വെക്കാം. എന്താടാ പറഞ്ഞേ? അല്ല, ഈ രാജരാജേശ്വരി വർമ്മ ഈ ഓഫീസിന്റെ ഐശ്വര്യം എഴുതി വെക്കാന്നാ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് നിന്നോളണം. എനിക്കെട്ടെങ്ങാനും പാര വച്ച പണി ഞാൻ സേമിയ പായസത്തിൽ തരും. അവൻ പെറ്റതല്ലേ താരാട്ട് പാടാൻ പഠിപ്പിക്കുന്നു. പ്യൂൺ, പോയി ചായ വടയും മാച്ചോണ്ട് വാടാ. ഉള്ളിവട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനൊരു തട്ടിപ്പ് പരിപാടി കിട്ടിയത് എനിക്ക്. അത് വളരെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ആക്കിയത് ഞാൻ. വിത്ത് വിതച്ച് കതിരി വിളഞ്ഞപ്പോ അത് കൊയ്യാൻ കയറി വന്നാലുണ്ടല്ലോ. കൊയ്യുവാടാ, ഞാൻ തന്നെ കൊയ്യും. നീ കൂടുതൽ വിളഞ്ഞാൽ നീ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കള്ളത്തരങ്ങളും ഞാൻ രാജുവിനോടും വർമ്മ സാറിനോടും പറയും. എടാ, നീ മന്ത്രിയെയും സർക്കാരിനെയും വെട്ടിച്ചോണ്ടിരിക്കുന്ന കാര്യം അങ്ങനെ വെളിയിൽ വരും. പത്രക്കാര് നിന്നെ എടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കും. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അമ്മയല്ല, രാജരാജേശ്വരി വർമ്മ. എന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കടാ. മര്യാദക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. ഞാൻ വരദരാജ മുതലിയാരുടെ വീട്ടിലേക്കും പോകും. മര്യാദക്ക് നിന്നോളണം. അവന്മാര് വരുന്നുണ്ട്. മാഡം വിളിപ്പിച്ചത് ചില കാര്യങ്ങളിൽ ചില വ്യക്തത വേണമെന്ന് തോന്നി. ഈ ജയചന്ദ്ര വർമ്മ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അല്ല, ജയചന്ദ്ര വർമ്മ വളരെ സത്യസന്ധനാണ്. പക്ഷേ കാശിന്റെ കാര്യമാണല്ലോ. കാശ് കൂടുതൽ വന്നു കഴിയുമ്പം ചിലർക്ക് അഞ്ചാം പനി വരും. മാഡത്തിന് എന്താ അറിയേണ്ടത്? എഗ്രിമെന്റിലെ നിങ്ങൾ എത്ര ശതമാനം കമ്മീഷനാ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? അത് 37%. അതായത് 1 ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കുമ്പം 37,000 രൂപ കമ്മീഷൻ. അതെ. അല്ല, എത്ര രൂപയുടെ ഇടപാടാണ് നടത്തുന്നത്? കോടിക്കണക്കിന് രൂപയുടെ ഇടപാടല്ലേ നടക്കുന്നത്. അതിനനുസരിച്ചുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ, ഇതറിയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്.
അതായത് എനിക്ക് അവനെയും കണക്ക് ബോധിപ്പിക്കണമല്ലോ. പ്രതാപനെ, അവനല്ലേ മന്ത്രി. അവനും ഞാനും കൂടെ രഹസ്യമായി നടത്തുന്ന ഒരു ഇടപാടല്ലേ ഇത്. ഇത് എന്റെ അക്കൗണ്ട് നമ്പരാ. ഇന്ന് മുതൽ കമ്മീഷൻ അയക്കുമ്പോ ഇതിലേക്ക് അയക്കണം. ശരി മാഡം. ഈ വർമ്മയുടെ പേരിൽ അയക്കണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. മാഡം പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ശരി, ചെല്ല്, പോയിക്കോ. ശരി. നീ എന്നെ പറ്റിച്ചതാണല്ലേടാ? അപ്പൊ ഞാൻ മിണ്ടരുത് നീ. സെൻട്രൽ ജയിലിലേക്ക് പോകട്ടെങ്കിൽ ഏത്തവിടടാ. ഏത്തവാഴേ? ഏത്തവാഴയല്ല, ഏത്തം. 50 പ്രാവശ്യം ഏത്തവിട്. ഏത്തവിടടാ. കുനിയടാ അങ്ങോട്ട്, കുനി. ഇപ്പൊ തലവേദന കുറവുണ്ടോ? കുറവുണ്ടമ്മേ. 2 നേരം മരുന്ന് കഴിച്ചാ മതി, പനിയും വിട്ടുപോകും. കേട്ടോ മോളെ? ആ, എന്തായാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നത് നന്നായി. ഒരു ഓട്ടോ പിടിക്കാമേ. ഓട്ടോ പിടിക്കാം. എനിക്ക് നടക്കാൻ വയ്യ. നടക്ക് മോളെ. ദേ, ഓട്ടോ സ്റ്റാൻഡിലേക്കാ നടക്കുന്നത്. അപ്പുറത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡ്. വാ മോളെ, വാ. ദൈവമേ, അമ്മയും രമേച്ചി എന്നെ കണ്ടുപിടിക്കോ? ഞാൻ ഓട്ടോ ഓടിക്കുകയാണെന്ന് അവരറിഞ്ഞ? അതെ, ആ ശാസ്താനഗറിലേക്കൊന്ന് പോണം. മോള് കേറ്. ഒന്ന് വേഗം പോണേ. അകലെ